ഒരാളായിട്ട് വഴക്കുണ്ടായി. ഫസ്റ്റ് ഡേ ചെന്ന് കയറിയപ്പോൾ തന്നെ ബെഡിന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുന്നത് പോലും ഞാൻ പറഞ്ഞപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ എനിക്ക് മനസ്സിലായത് 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഈ പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധമുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ലക്ഷ്മി നക്ഷത്ര എന്ത് ചെയ്തു, അനുമോളെ കുറിച്ച് അനുമോളും ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങൾ, അതായത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് അനുമോളുടെ കല്യാണത്തിനെ കുറിച്ചും അതിനോടൊപ്പം അനുമോളുടെ ചേച്ചിക്കുണ്ടായ, അനുമോള് ബിഗ് ബോസിനകത്തുണ്ടായിരുന്നു, അപ്പൊ ചേച്ചിക്കുണ്ടായ ഒരു വലിയൊരു നഷ്ടം, അതിനെ കുറിച്ചൊക്കെ അനുമോള് പറയുന്നുണ്ട്, പറഞ്ഞ കുട്ടി കരയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ വന്നത് ആ ഇന്റർവ്യൂക്കകത്ത് തന്നെ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് അനീഷിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനോടൊപ്പം ചെയ്യാത്ത കുറ്റത്തിന് വഴിയേക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷനെ കുറിച്ചും അനുമോള് പറയുന്നുണ്ട്. പിന്നെ അനുമോൾക്ക് ബിഗ് ബോസിനെ വിട്ടതിന് ശേഷം അനുമോൾക്ക് ഉണ്ടായ ഉയർച്ചകൾ, എന്തൊക്കെ നേട്ടങ്ങളാണ് തനിക്ക് ഉണ്ടായത്, അതിനെ കുറിച്ചും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് അനീഷിനെ കുറിച്ച്, പേര് പറയാതെ അനീഷിനെ കുറിച്ച് പറഞ്ഞ ചില ആദ്യത്തെ ആ ഒരു ക്ലിപ്പ് വെക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഞാനായിട്ട് നിന്നു, എല്ലാവരായിട്ട് നല്ല സ്നേഹത്തിൽ പോകാൻ നോക്കി. ഫസ്റ്റ് ഡേ തന്നെയാണ് ഒരാളായിട്ട് വഴക്കുണ്ടായി. ഫസ്റ്റ് ഡേ ചെന്ന് കയറിയപ്പോൾ തന്നെ ബെഡിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് കിടക്കാനൊരു കിടപ്പ് വേണമല്ലോ, അപ്പം ബെഡ്, അപ്പം സിംഗിൾ ബെഡ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുക ആ ബെഡ് അയാൾക്ക് വേണമെന്ന്. അപ്പം അയാൾ അതിന് മാറുന്നില്ല, അവിടെ തന്നെ കയറി ഇരിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ അവര് എൻ്റെ അടുത്തുള്ള ദേഷ്യമാണെന്ന് മനസ്സിലായി, മനഃപൂർവ്വം അല്ല അത്. ഓക്കെ, ആ ആള് ആരെന്നൊക്കെ അറിയാലോ. ആ ആള് മറ്റാരുമല്ല, നമ്മുടെ അനീഷ് തറയിൽ ആയിരുന്നു ആ ഒരാള്. അനീഷ് തന്നെയാണ് അവിടെ അനുമോൾ ആദ്യമേ ചെല്ലുന്നത്. ഫസ്റ്റ് ബിഗ് ബോസിലേക്ക് വരുന്നത് അനീഷാണ്, അതിനുശേഷം വരുന്നത് അനുമോളാണ് അല്ലെ. അതിനുശേഷം അനുമോൾ നേരെ പോയി ഒരു ബെഡ്, അനുമോൾ എപ്പോഴും കിടക്കുന്ന ആ ബെഡ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അനീഷ് വന്നിട്ട് എനിക്ക് ആ ബെഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ ഫസ്റ്റ് ഈ പറയുന്ന ഫൈറ്റ് നടക്കുന്ന ഇവർ തമ്മിൽ ബെഡിനെ ചൊല്ലിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അനീഷ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ബെഡിൽ കിടന്നിരുന്നത് നമ്മുടെ രേണു ആയിരുന്നു. അപ്പം ആദില നൂറയുടെ അടുത്ത് എന്താണ് അനുമോളുടെ അടുത്ത് അനീഷ് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഈ ബെഡ് വേണം, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം, അതുകൊണ്ട് നീ ആദില നൂറയുടെ അടുത്ത് പോയി കിടന്നു, എനിക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പിടിക്കുമ്പോൾ അനുമോൾ സമ്മതിക്കുന്നില്ല. ഞാൻ ആദ്യമേ വന്നാണ്, എനിക്ക് ഒറ്റയ്ക്ക് കിടന്നേ പറ്റുള്ളൂ, എനിക്കൊരു സിംഗിൾ ബെഡ് വേണം എന്നുള്ളതില് അനുമോൾ സാക്ഷ്യം പിടിക്കുന്നു. അവസാനം രേണു മാറിക്കൊടുക്കുന്നു. രേണു പറയുന്നത് എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രേണു പോയി ആദിലയുടെയും നൂറയുടെയും കൂടെ പോയി കിടക്കുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്, അനീഷിന് ആ ബെഡ്, രേണു ആ ബെഡ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ആദ്യമേ വന്ന് പ്രശ്നമുണ്ടാക്കിയത്, ബെഡ് വേണം എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കിയത് മറ്റാരുമല്ല, അത് അനീഷാണ്. ബാക്കി അനീഷിന്റെ കേസുകൾ പറയുന്നുണ്ട്, കേൾക്കാം. അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സ്നേഹവും കാണിക്കുന്നുണ്ട്, പക്ഷെ എന്താ എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ആകുമ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുന്നത് പോലും ഞാൻ പറഞ്ഞപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് പറയണം, സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം ഈ മൈക്ക് കുറച്ച് ദിവസം മൈക്ക് നമ്മൾ നോക്കും, പിന്നെ അങ്ങ് മറക്കും. അങ്ങനെ ശരിക്കും സംസാരിക്കാൻ പഠിച്ചോ? സംസാരിക്കാനും പഠിച്ചു, ആൾക്കാരെ മനസ്സിലാക്കാനും പഠിച്ചു, ഏത് സിറ്റുവേഷനും അത് ഹാൻഡിൽ ചെയ്യാനും പഠിച്ചു, ജീവിക്കാനും പഠിച്ചു എന്നാ പറയുന്നത്. അതായത് ആ സമയത്ത് എന്തിനാണ് അനീഷ് വന്ന് എൻ്റെ അടുത്ത് ആ ബെഡിന് വേണ്ടിയിട്ട് പിന്നീട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി എൻ്റെ അടുത്ത് സ്നേഹത്തോട് പെരുമാറുന്നുണ്ട്. ചില സമയത്ത് ഈ പുള്ളി എന്ത് ചെയ്യുന്നു, വളരെ ഇതായിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്, പലതും സംസാരിക്കുന്നുണ്ട്. എന്തിനാണ്, അവർ മനഃപൂർവ്വമാണോ അല്ലയോ ഒന്നും എനിക്കൊരു പിടുത്തമില്ല, എനിക്കൊന്നും പിടികിട്ടിയില്ല സംഭവം എന്താണ് എന്നുള്ളത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സംസാരിക്കുന്നതും ആ നോട്ടത്തിലൊക്കെ പല അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് എന്നാണ് അനുമോളോട് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടാണല്ലോ ഈ പറയുന്ന അനീഷിന്റെ ആ നോട്ടം ഏത് രീതിയിലുള്ള നോട്ടമായിരുന്നു എന്ന് അനുമോൾക്ക് അപ്പം മനസ്സിലായില്ലായിരുന്നു. അനീഷ് വന്ന് പ്രപ്പോസൽ ചെയ്യുകയും ലാലേട്ടൻ വന്ന് ഇത് പറയുമ്പോഴൊക്കെയാണ് മനസ്സിലായത് ഇത് ഈ രീതിയിലുള്ള നോട്ടമായിരുന്നു എന്ന് എനിക്ക് പിന്നെ പിടികിട്ടിയത് എന്നാണ് അനുമോൾ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത്. ഇനി പറയുന്നത് ചെയ്യാത്ത കുറ്റത്തിന് പഴിയേക്കേണ്ടി വരുമ്പോൾ ഉള്ള സംഭവം. അതായത് ചെയ്യാത്ത കുറ്റത്തിന് എന്ന് ഇവിടെ പറയുന്നത് ആ ഇൻസിഡന്റ് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഏതായിരിക്കും ആ ഒരു സംഭവം എന്ന്. മറ്റൊന്നുമല്ല, പുതപ്പ് വിഷയമാണ് അല്ലെ. പുതപ്പ് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ പഴിയേക്കേണ്ടതായിട്ട് വന്നത്. അനുമോൾ പറയുന്നത് കള്ളമാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു. നമ്മളൊക്കെ ഞാനൊക്കെ കൃത്യമായിട്ട് അതിന്റെ വീഡിയോ ഉൾപ്പെടെ എന്താണ് അനുമോൾ പറഞ്ഞതിന്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ
ഉറങ്ങിക്കിടക്കുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റും, ഉറക്കം നടിച്ചു കിടക്കുന്നവരെ വിളിക്കാൻ പറ്റും. അതായത് അനീഷിന്റെ ഫാൻസുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ആര്യന്റെ ഫാൻസുകാരോ ഒന്നും അത് എന്താണ് അതങ്ങോട്ട് പിന്നീട് സമ്മതിച്ചു തരാൻ തയ്യാറല്ലായിരുന്നു. അവരിപ്പോഴും പറയുന്നത് എന്താണ്, അനുമോള് കള്ളമാണ് പറഞ്ഞത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ അനുമോള് തരുന്നുണ്ട്, കേൾക്കാം. ശേഷേ ഈ ചെയ്യാത്ത കുറ്റത്തിന് നമുക്ക് ആരോപണം കിട്ടുക, അത് നമ്മളെ ഭയങ്കരമായിട്ട് തകർക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പൊ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ഒന്നാമത്തെ കാര്യം 100 ദിവസം ഇപ്പൊ പുറത്ത് ഇപ്പം അതിനകത്തല്ല, പുറത്തിപ്പോ നമുക്ക് തെറ്റ് ചെയ്താൽ ഓക്കെ, തെറ്റ് ചെയ്തു എന്നൊക്കെ പറയാം, അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഈ 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഈ പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇവിടെ ഈ പറയുന്ന ഇത്രയും ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവിടെ ഉള്ളവർക്ക് അറിയില്ലെങ്കിൽ എനിക്കുണ്ട്. നമ്മൾ കാണിക്കുന്ന ഓരോ ചെറിയ നുണകളാണെങ്കിലും ചെറിയ കള്ളത്തരങ്ങളാണെങ്കിലും കണ്ടുപിടിക്കുന്ന ബോധത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ഹൗസിലോട്ട് പോകുന്നത് തന്നെ. അപ്പോ ഇതാണ് എന്റെ ഏറ്റവും നല്ലൊരു ആൻസർ. കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഇത്രയും വലിയൊരു നുണ പറയുമ്പോൾ ഇത്രയും ക്യാമറകൾ ഉണ്ടെന്നും ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് എന്നെ വളരെ ചങ്കുറപ്പോടു കൂടി ഞാൻ കണ്ടു എന്ന് പറയണമെങ്കിൽ പ്രേക്ഷകർ എന്നെ എങ്ങനെ വിലയിരുത്തുന്നത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പം ഒരു പെൺകുട്ടി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ക്യാമറ, അനുമോള് പറയും പോലെ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കള്ളം പറഞ്ഞു നിൽക്കാമെന്നുള്ളതാണ്. ക്യാമറയുണ്ട്, തെളിവുണ്ട് എന്നുള്ള സ്ഥിതിക്ക് പ്രേക്ഷകർ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന നമ്മൾ അവിടെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അനുമോള് പറയുന്നത് ഇത്രയും ക്യാമറയിൽ കണ്ടിട്ട് എനിക്കൊരിക്കലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചമ്പൂറ്റത്തോടു കൂടി ഞാനത് കണ്ടു എന്ന് പറഞ്ഞത് എന്നാണ് അനുമോളോട് ഉദ്ദേശിച്ചത്. ബാക്കി അവിടെ ഒരു കള്ളത്തരം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാണിച്ചിട്ടുമില്ല. ഞാൻ സത്യം പറയാലോ, ഇഷ്ടംപോലെ കള്ളത്തരം ചാൻസ് കിട്ടിയില്ല, അതുകൊണ്ട് ചാൻസ് അല്ല കാണിക്കാനുള്ള ഒരു വന്നിട്ടില്ല. പിടിക്കും. അതുകൊണ്ട് ഞാനായിട്ട് നിന്നു, പേടിച്ചിട്ടും അങ്ങനെ കാണിക്കണ്ടെന്നൊരു മെന്റിൽ അങ്ങനെ വന്നു, എനിക്ക് തോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഒരിടത്തും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പല ആൾക്കാരും അതിനകത്ത് ഞാൻ പല സിറ്റുവേഷനിലും എന്നെ വേദനിപ്പിച്ച സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിലുള്ള ആ വിഷമവും ദേഷ്യവും കൊണ്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും കുറ്റം സമ്മതിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കുറ്റസമ്മതം, മറ്റൊന്നുമല്ല, വേറെ ഒന്നുമല്ല. ഞാൻ അവിടെ ഒന്നാമത്തെ കേസില് പറയുന്നത് ഞാൻ അവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എനിക്കുള്ളത്. ഞാൻ സ്റ്റാർ മാജിക്കിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണെന്നുള്ളത്, എനിക്ക് നല്ല വിശ്വാസം. പിന്നെ ഞാൻ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് അക്ബറിനെ പറഞ്ഞ ചില വാക്കുകളൊക്കെ ഞാൻ ഉൾപ്പെടെ വിമർശിച്ചതാണ്, അല്ലേ? നമ്മൾ ഈ പറയുന്ന പിന്നീട് അനുമോളെ സപ്പോർട്ട് ചെയ്തപ്പോഴും അക്ബറിന്റെ പറഞ്ഞ പല കാര്യങ്ങളും അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ തന്നെ വീഡിയോയിട്ട് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ എന്റെ വിഷമം കൊണ്ട് ഞാൻ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നും ഏറ്റു പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അന്ന് നമ്മൾ കണ്ട ആ ഒരു പുതപ്പ് വിഷയം കൃത്യമാണ്. അതിപ്പം ഈ അനുമോള് പറഞ്ഞില്ലെങ്കിലും മൂളയുള്ളവർക്ക് അല്ലെങ്കിൽ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എന്താണ് നടന്നത്. കുൽസിതം തന്നെയാണ് നടന്നത്, വേറെ ഒന്നും അല്ല എന്നുള്ളതാണ്. പിന്നെ ആ പേരൊന്നും വലിച്ചിടാതെ അവരുടെ ഒന്നും അറിയാതെ എന്റെ കാര്യം ഞാൻ എന്താണ് പറഞ്ഞത് എന്നങ്ങ് നമ്മൾ സ്ഥാപിച്ചാൽ മതിയല്ലോ. ഞാൻ അന്നേ പറഞ്ഞല്ലോ, ബിഗ് ബോസും അല്ലെങ്കിൽ ഏഷ്യാനെറ്റും മോഹൻലാലൊക്കെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കുടുംബ ഷോ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള കുൽസിതങ്ങൾ നടക്കുന്നു, അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു, അതാണ് അതിനകത്ത് നടക്കുന്നത് എന്ന് പുറത്ത് ഇവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ ഷോയ്ക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു നഷ്ടമുണ്ട്. ആ ഷോ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് എന്താണ് അത് പോവും, അത് തൊലഞ്ഞു പോകും. അപ്പൊ അതൊരിക്കലും ഇനിയിപ്പം തെളിവ് കൊണ്ട് വെച്ചെടുത്താൽ പോലും അവർക്കത് കാണിക്കാൻ പറ്റും. അവർ ഇത്രയും ഞാൻ ക്യാമറ ചെക്ക് ചെയ്തിട്ടും ഒരു തെളിവ് ഇല്ല, കിട്ടിയില്ല. തെളിവുണ്ടെന്ന് കരുതിക്കോ, ഇവര് തമ്മിലുള്ള കുൽസിതത്തെ തെളിവുണ്ടെന്ന് കരുതി ഇവര് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാണിക്കാൻ പറ്റുമോ? കാണിച്ചു കഴിഞ്ഞാൽ ഈ ഷോ പിന്നെ ഓടുമോ? ഇല്ല. അതാണ് ചെറിയൊരു കോമൺ സെൻസ് എന്ന്. അതാണ് അനുമോള് പറയുന്നത്. എനിക്കറിയാം ഇത്രയും ക്യാമറയിലൂടെ ഇത്രയും ഒരു സംഭവം ഞാൻ പറയണമെങ്കിൽ അത് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അത് പ്രേക്ഷകർ പിടിക്കപ്പെടും, അല്ലെങ്കിൽ ഞാനിവിടെ കള്ളിയാകുമെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യമാണ് പറഞ്ഞിരുന്നത്. എനിക്കതിൽ ഒരു മനസ്താപവും ഇല്ല എന്നുള്ളതും പറയുന്നത്. ഇനി ബിഗ് ബോസിൽ നിന്ന് വെളിയിലിറങ്ങി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ അസറ്റുകളാണ് ഞാൻ നേടിയത് എന്നുള്ളതിനെ കുറിച്ചും അനുമോള് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം.
നല്ല എമൗണ്ട് ആയത്. അപ്പൊ അത് പിന്നെ റിച്ച് അല്ലേ അങ്ങനെ ഞാൻ സ്ഥലം മേടിച്ചു. ശരി, സ്ഥലം മേടിച്ചു. പിന്നെ അവിടെ ഞാൻ ഇപ്പൊ തന്നെ സിറ്റി തന്നെ ഞാനൊരു 10-25 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. വാവ്, കൊടുകൈ 25 സെന്റ് സിറ്റിയില്. പിന്നെ എത്ര എന്ന് ചോദിക്കില്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ കോമ പിന്നെ എന്തൊക്കെ ചെയ്തു? പിന്നെ ഗോൾഡ് മേടിച്ചു വെച്ചു. പിന്നെ അത് ബാങ്കിൽ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ കള്ളം ഇപ്പൊ ഇത് കണ്ടിട്ട് ചിലപ്പോ കള്ളം വരെ കയറി വീട്ടിനകത്ത്. വീട്ടില് കുത്തി തുറന്നിട്ട് കാര്യമില്ല, ബാങ്കിനകത്തായിരിക്കുന്നത്. പിന്നെ ഞാൻ ചേച്ചിക്ക് പണ്ടേ അറിയാലോ, ഞാൻ കാശൊന്നും കളയത്തില്ല, ഞാൻ എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. ഇതൊക്കെയാണ് അവളുടെ അസറ്റ്. അതിന് വന്നതിന് ശേഷം എന്നിട്ട് കടങ്ങളൊക്കെ വീട്ടി എന്നാണ് പറയുന്നത്. അതുപോലെ സിറ്റിക്കകത്ത് 25 സെന്റ് സ്ഥലം വരെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. സിറ്റിക്കകത്ത് നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ സിറ്റിക്കകത്ത് കുറച്ച് 25 സ്ഥലം വാങ്ങാൻ നല്ല ഹ്യൂജ് എമൗണ്ട് ആകും എന്നുള്ളത്. അത് സ്ഥലം എവിടെയാണ് എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ പോയാലും നല്ല പൈസയാകും എന്നുള്ളതാണ്. അതുപോലെ കുറെ ഗോൾഡുകൾ വാങ്ങിച്ചു. എന്തായാലും കല്യാണമൊക്കെ അടുത്തല്ലോ, കുറെ ഗോൾഡുകൾ വാങ്ങിച്ചു. ആ ഗോൾഡ് എല്ലാം ബാങ്കിലാണ്. എനിക്കത് കേട്ട് കള്ളം, അതാണ് പറയുന്നത്, എവിടെയും ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് പറയുന്ന അനുമോൾ. അതുകൊണ്ട് തന്നെ ഏതൊരു ഇന്റർവ്യൂ, അനുമോളുടെ ഏത് ഇന്റർവ്യൂ എടുത്താലും നമുക്ക് ബോർ അടിക്കത്തില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ത്രൂ ഔട്ട് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കള്ളന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരണ്ട, ഞാൻ അങ്ങ് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്, അവിടെ വന്ന് ഇനി കുത്തി തുറന്നൊന്നും കൊണ്ടുപോകണം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എങ്ങനെ ചെലവാക്കണമെന്ന് കൃത്യമായിട്ട് അറിയുകയും അനാവശ്യമായിട്ട് ഒരു ചെലവ് പോലും ചെയ്യാത്ത വളരെ ഒരു ചിട്ടയോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയ പൈസയെല്ലാം അവൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വസ്തുവായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ അങ്ങനെയൊക്കെ അവൾ സേവ് ചെയ്ത് ഒന്നും അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടില്ല എന്ന്. പലരും ഇത് കാണുമ്പോൾ നമുക്ക് പല മുമ്പത്തെ ഈ പറയുന്ന പല ഫേമസായ പലവരും ഇപ്പോഴും കിടന്ന് അതിനി എന്ന് പുറത്തു വരുമെന്ന് അറിയത്തില്ല. പലതും ഈ പറയുന്ന കടക്കണിയിലായി പലർക്കും പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കേസ് വരെ അയക്കുന്ന പല ബിഗ് ബോസ് സെലിബ്രിറ്റീസുകളും ഉണ്ട്. അതൊക്കെ ഉടനെ പുറത്തു വരും എന്നുള്ളതാണ്. അതവിടെ കിടക്കട്ടെ. അതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും, എന്താണിത്, ഇങ്ങനെയോ ഇതാ ഇവരോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. അത്രയ്ക്കുള്ള വൻ കടക്കണിയിലായ, അത്രയ്ക്ക് കടപ്പെട്ടു പോയവരും ഈ ബിഗ് ബോസിന്റെ പിന്നീട് ബിഗ് ബോസ് വഴി ഫേമസ് ആയ പലരും ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ വാർത്ത പുറത്തു വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഇതായിരുന്നു ഈ പറയുന്ന അനുമോൾ അനീഷിനെ കുറിച്ച് പറഞ്ഞതും താൻ ചെയ്യാത്ത കുറ്റത്തിന്, അതായത് പുതപ്പ് വിഷയത്തെ കുറിച്ചും അനുമോൾ പറഞ്ഞ വിശദീകരണം. ഈ 2ാം പാർട്ട് വരും. അതിനകത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വീണ്ടും കാണാം. ശേഷം